ഹലോ, ഹലോ. ഉറങ്ങിയോ? ഉറങ്ങിയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഫോൺ നോക്കുന്നു. ഇതൊന്നും ഇത്ര ലേറ്റ് ആയി? മോൾ ഉറങ്ങിയിട്ടില്ലേനു, ഇപ്പൊ ഉറങ്ങി. അത് ശരി. ഫുഡെല്ലാം കഴിച്ചോ? ഉം. നീ കഴിച്ചോ? കഴിച്ച്. ഹസ്ബൻഡ് ഇല്ലേ വീട്ടില്? ഇല്ല, ഇന്ന് നൈറ്റ് അവർക്ക്. ഓക്കെ, നൈറ്റ്. ഞാൻ വെച്ച് നീ ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഉറങ്ങിയില്ല. ഞാൻ പിന്നെ ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചിന്, നീ നോക്കിയിട്ടില്ല. ഞാൻ കുറച്ച് നേരത്തെ തിരക്കിലായി പോയി. അയച്ചിന്. എന്റെ ഭർത്താവില്ലാത്തവരൊക്കെ അറിയില്ലല്ലോ. എനിക്കിന്ന് നൈറ്റ് പറയാൻ വിട്ടു. പിന്നെ പെട്ടെന്ന് കിടന്നുറങ്ങൊന്നും വേണ്ടല്ലോ. വേണ്ട. ഉം. പിന്നെ പിന്നെന്തെല്ലാം പറ. ഒറ്റക്കായോണ്ടാന്ന് തോന്നുന്നു വല്ലാണ്ട് ബോറടിക്കുന്നു. ബോറടിക്കുന്ന ഞാനിവിടെ ഉണ്ടായിട്ട്. ഞാൻ അവിടെയല്ലേ ഉള്ളത്. ഞാനിവിടെയുള്ള ഞാനും ഒറ്റക്കല്ലേ. ഒറ്റക്കാണ്, എന്നാലും നാളെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ലീവ് പറഞ്ഞോളൂ. എന്തേലും എവിടെയും വെച്ച് പാർക്കിലോ അങ്ങനെ എവിടെയും വെച്ച് പോയാൽ മതിയോ? എന്റെ വീട്ടിൽ പോവാം. എന്റെ വീട്ടിൽ വന്നാൽ ശരിയാവില്ല. എന്താ? വീട്ടില് വീട്ടില് ആളുണ്ടോ? അല്ലല്ല, ചിലപ്പോ ആരെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അറിയില്ല, ഉറപ്പില്ല. എന്ന് ഇങ്ങോട്ടേക്ക് വരുമോ? ഇങ്ങോട്ടേക്ക് വന്നെങ്ങനെ ശരിയാവോ? അത് വേണ്ട. നാളെ എൻ്റെ ഏട്ടനെങ്ങാനും ഉച്ചക്ക് അങ്ങനെ വന്നാൽ ശരിയാവില്ല. അപ്പൊ നാളെ നീ ക്ലാസ്സിന് പോകുന്നില്ല? നാളെ ഞാൻ ലീവ് എടുക്കും. എന്നാ പിന്നെ ക്ലാസ്സിന് പോകുന്ന പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങും. നമുക്ക് വേറെ എവിടെയെങ്കിലും റൂം എടുക്കാം. ആ, എവിടെ പോവാം? അതെവിടെയെങ്കിലും എടുക്കാം. സാധാരണ പോകുന്നിടത്ത് എടുക്കാം. കൃഷ്ണയിൽ പോ. ആ, എന്നിട്ട് എന്നാ ഇത്ര അർജന്റ് എന്നാ കാണാൻ? എന്തോ എന്തോ? എങ്ങോട്ട് കാണാൻ പോകും. എന്തിനാ കാണുന്ന? എന്തിനാ ഇത്ര അർജന്റ് ആയിട്ട്? അതുകൊണ്ട് എനിക്ക് കാണാൻ വരാൻ പറ്റൂലേ? അല്ല, വരാൻ പറ്റിയിട്ടില്ല. ചൂടാൻ വേണ്ടി ചോദിച്ചല്ലേ. ഈ കാര്യം പറ. എന്തോ ഈടായിട്ട് ഇവിടുന്ന് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ടല്ലേ എന്നെ വിളിക്കുന്നു. ഒരു തൃപ്തിയില്ല. എന്ത്, എന്റെ ഭർത്താവും തരുന്നില്ലേ? അവർക്ക് എപ്പോഴും പണിയല്ലേ, അധികവും നൈറ്റും ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ അധികം എനിക്ക് കിട്ടലില്ല. അതുകൊണ്ടല്ലേ ഇന്ത്യയെല്ലാം വൈകുന്നേരം വരുന്നു. എന്തേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുട്ടി നിക്കലാന്നല്ലേ. ഇപ്പൊ ഞാനെങ്ങനെ നാളെ ഒരു കല്യാണം കഴിച്ചതിന്റെ അവസ്ഥയോ? കല്യാണം കഴിച്ച് ഇനി വരൂലേ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വിളിക്കും വരാൻ പറ്റില്ലല്ലോ. വരാൻ പറ്റിയിട്ടില്ല, ഞാൻ വേറെ ആരെയും വിളിക്കും. ഞാൻ അങ്ങനത്തെ തീരുമാനമൊന്നും എടുക്കില്ല. നിന്നെ കൊണ്ട് പറ്റുന്നില്ലേ വേറെ എങ്ങനെയായാലും ആരെങ്കിലും നോക്കൂ. അത്രേ ഉള്ളൂ എനിക്ക് തന്നെ. എനിക്ക് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ കൂടെ വരെ. കഴിച്ചാലുള്ളൂ കല്യാണം കഴിഞ്ഞാലുള്ള കാര്യം. അതെന്താണ്? എന്നാലും എനിക്ക് എന്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് എന്തൊരു തൃപ്തി കിട്ടാതെ. എന്തോ ആദ്യം അതൊന്നും കുഴപ്പമില്ല, പിന്നെ പിന്നെ എനിക്ക് എനിക്കുള്ള അത്ര ഇൻട്രസ്റ്റ് ഓർക്കില്ലാത്തതുപോലെ ഭയങ്കര ടയർഡെല്ലാവുന്നു.
അതുകൊണ്ടെന്തോ ടയർഡായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിന്റെ ഒപ്പരല്ലേ, മനുഷ്യനെ കൊല്ലുന്ന പോലെ കളിക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ വേണ്ട, എന്നാലേ ഒരു സുഖമുള്ളൂ. അയ്യോ. എന്നിട്ട് എന്നിട്ട് നാളെ മുണ്ടിടോ വരുമ്പോ? മുണ്ടത്തിന് എന്തായാലും എല്ലാം ഊരിയിട്ടല്ലേ കളിക്കുക. ഒരു ഞാൻ മുണ്ട് കൊടുത്തിട്ട് തരണം. എന്നാലും എന്റെ മുണ്ടിൽ കാണാൻ നല്ല രസം. മുണ്ടിൽ എന്ത് കാണാൻ രസം? കാണുമ്പോ തന്നെ ഒരു ത്രില്ലെല്ലാം വേണ്ടേ? ത്രില്ല അല്ല അട്രാക്ഷൻ? അട്രാക്ഷൻ. നീ എന്ത് നാളെ എടുക്കുവോ? അതിങ്ങി പറ, എനിക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. പിന്നെ നീ സാരി എടുത്തിട്ടോ? സാരി എടുത്ത് വരുമ്പോ ഇവിടുന്ന് സംശയം തോന്നും, എന്നാലും ഞാൻ എടുക്കാം. അത് ശരിയാ, റിസ്ക് എടുക്കണ്ട, ചുരിദാർ ഇട്ടു. അല്ല, ഈ സംശയം തോന്നാനും മാത്രം അത്ര ബുദ്ധിയുള്ള ഒരാളായിട്ട് നിനക്ക് നിന്റെ ഭർത്താവിനെ തോന്നിയിട്ടില്ല. ഭർത്താവിനെ പറയുമ്പോ ചൂടെന്തെങ്കിലും ഉണ്ടോ? ഏയ്, എനിക്ക് സന്തോഷം തരുന്നുണ്ട് ഞാൻ പറയും. അല്ല, അയാള് എനിക്ക് വേണ്ടതൊന്നും തരുന്നില്ലേ? എനിക്ക് ആവശ്യമുള്ളൊന്നും അയാളൊന്നും തരുന്നില്ല. അയാൾ ആവശ്യം ചെയ്യുമ്പോ അപ്പൊ അയാൾ പോവും. അപ്പൊ എന്തോ ഒരിത്. എന്റെ അടുത്ത് കിട്ടുന്നുണ്ടോ? ഇടയ്ക്കുന്ന കിട്ടുന്നോണ്ടല്ലേ ഇന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അതുകൊണ്ട് മാത്രം വിളിക്കുന്ന, അല്ലാണ്ട് ഇഷ്ടമൊന്നുമില്ല. ഇഷ്ടമുണ്ട്. ഇനിയിപ്പോ എന്റെ അടുത്ത് ഇതിന് നല്ല കിട്ടാണ്ടാവും. ഇൻട്രസ്റ്റ് അല്ലേ? അല്ല, എന്റെ അടുത്ത് കൂടി കിട്ടാണ്ടാകുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ എന്നെ വിട്ട് പോകുമല്ലോ. അതിന് ഇൻട്രസ്റ്റ് കുറക്കാൻ പാടില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ പോകും. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് കല്യാണം ഒന്നും കഴിക്കാണ്ട് കുറച്ച് ചില്ലായിട്ടുള്ള ലൈഫെല്ലാം എടുത്ത് അപ്പൊ നമുക്ക് വേണ്ടുന്ന സമയം വേണ്ടുന്ന ആളപ്പുറം ഓരോരുത്തരോടൊപ്പം ഓരോ സുഖം അനുഭവിച്ച് ജീവിച്ചൂടെ? വീട്ടിൽ തന്നെ നിർബന്ധം കല്യാണം കഴിച്ചു എങ്ങനെ തിരിക്കണം മതി. ഞാൻ നിന്നെ കാണുന്നതിനും ഞാനും നീ പരിചയപ്പെടുന്നതിന് മുമ്പ് നിനക്ക് ആരും കൊണ്ടുവരും? ഒരാളുടെ അയാളെങ്ങനെ പോയെ? ഞാനിതേപോലെ തന്നെ കുറെ കഴിഞ്ഞപ്പോ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നേരിട്ട് മീറ്റ് ചെയ്തിന് നിങ്ങള്? മീറ്റ് ചെയ്തിന്. അപ്പൊ അയാളെ വീട്ടിലേക്കാ പോലെ. അയാള് മാരീഡാ? കുറച്ച് മാരീഡാ. കുറച്ച് ഏജ് ഉള്ള ആളാ. അപ്പൊ അധികം ഭാര്യ? ഏജ് ഇല്ല. ഭാര്യ? ഭാര്യയും 2 കുട്ടികളുണ്ട്. അപ്പൊ അവര് വീട്ടിലുണ്ടാവില്ലേ? ഇല്ല, ഇവര് പുതിയ വീടെടുത്തിന്. പക്ഷെ ഭാര്യയും കുട്ടികളെല്ലാം അവരെ ഭാര്യന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇവിടെ ഇടയ്ക്ക് വരാറുള്ളൂ. അവരൊറ്റയ്ക്കാ താമസിക്കുന്നത്. എനക്കെന്തായാലും നിന്നെ ഭയങ്കര ഇഷ്ടം. ഞാനിനി വേറൊരു കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഇപ്പോഴത്തെ ഭർത്താവ് ഉള്ളത് ഞാൻ മറക്കുന്നു, മുന്നേത്തെ ഒരാളുള്ളത് ഞാൻ മറക്കുന്നു. ഞാൻ പറയുന്നത് കറക്റ്റ് വ്യക്തമായിട്ട് കേൾക്കാം. അനക്കും ഉണ്ടാവൂലേ അനക്കൊരു സ്വന്തമായിട്ടൊരു കുട്ടി വേണമെന്നൊരാഗ്രഹം ഉണ്ടാവില്ലേ? ഇപ്പൊ കുട്ടികളൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവണെന്താ? ഇപ്പൊ തന്നെ എനിക്ക് ചെറിയ മോളാ അംഗനവാടിയില്. അപ്പൊ അടുത്ത കുട്ടിക്ക് ഞാനുമായിട്ടൊന്ന് പ്രിപ്പയർ ആയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഏട്ടന് ഡൗട്ട് അടിക്കും. നമ്മള് പറഞ്ഞു വെച്ച കാര്യമാണ്. അങ്ങനെ പറഞ്ഞ ശരിയാവുക? ഞാൻ ഇത്രയും നാളായിട്ടൊരു കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്നത് അത് നീ ഉള്ളതുകൊണ്ടോ? ഞാൻ എന്റെ ഭാര്യയായിട്ട് നിന്നെ കണ്ടുകൊണ്ടാണ്. അതെ, അറിയാം. പക്ഷെ ഇത്ര കാലം നമ്മൾ ഈ റിലേഷൻഷിപ്പ് ആരും അറിയാണ്ട് കൊണ്ടുപോയില്ലേ. ഇനിയിപ്പോ ഇത് നമ്മള് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ അത് കൊണ്ടുപോയി സംഭവം ശരിയാ, കൊണ്ടുപോയി. പക്ഷെ എനക്കുണ്ടാവില്ല, എനക്കൊരു കുട്ടീനെ കളിപ്പിക്കണം എന്ന്
തട്ടി അത് നടക്കണം എനിക്ക് എന്നല്ല. മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് എങ്ങനെ ചിന്തിച്ചാലും നടക്കൂല. ഈ ഒരു കാര്യം സംസാരിച്ച് ഏട്ടനെ അങ്ങ് കൊണ്ടുവരണമെങ്കിൽ തന്നെ ഏട്ടനൊന്ന് ലീവോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് വേണം. വേണ്ട എൻ്റെ കുട്ടീനെ? അല്ല നീ വെറുതെ എൻ്റെ അടുക്കുന്നുള്ള ആ ഒരു സുഖം കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് അല്ല വരുന്ന? അല്ല അല്ല ഏട്ടനുമായിട്ട് കാര്യം സംസാരിക്കാൻ ഉണ്ടാക്കാനെന്നുള്ളൊരു ടൈം എനിക്കിപ്പോ കിട്ടുന്നില്ല. ഏട്ടൻ അങ്ങനെ ഫുള്ള് നൈറ്റ് ഫുൾ തിരക്കാ. നല്ലോണം ആലോചിച്ച് ചെയ്യണ്ടേ. എല്ലാരും അറിഞ്ഞാ പിന്നെ നമ്മൾ ഈ റിലേഷൻഷിപ്പേ ഉണ്ടാവൂല. അതെന്താ ഞാൻ ആലോചിക്കാത്തെ? ഞാൻ അന്നേരം വേറൊരു കല്യാണത്തിനെ പറ്റി ആലോചിക്കട്ടെ. ഈ ബന്ധം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ എനക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങളൊന്നും. എനിക്ക് ആലോചിക്കണം. നീ എത്ര ടൈം വേണ്ടി കൊടുത്ത് ആലോചിക്കോ? പക്ഷെ ഇനി കല്യാണം കഴിച്ചാൽ എനിക്ക് വേണമെന്ന് വിചാരിക്കുമ്പോ ഒന്നും കിട്ടൂലോ. നീ വരുവോ? സംശയം. കാരണം അപ്പോഴേ നിനക്ക് മനസ്സിലായി ഇത്ര നാൾ ഞാൻ നിനക്ക് തന്ന എല്ലാ സുഖങ്ങളും നിനക്ക് ഇല്ലാണ്ടാവണം. അപ്പോഴേ നിനക്ക് മനസ്സിലായി ഞാൻ ഇതിലെടുക്കുന്ന റിസ്ക്. റിസ്ക് ഞാനും എടുക്കുന്നില്ലേ? ഏട്ടനെ അറിയാണ്ടല്ലേ എൻ്റെ അടുത്ത് വരുന്നത്. ഏട്ടൻ അറിയാണ്ട് നീ എൻ്റെ അടുത്ത് വരുന്നു, നിനക്ക് വേണ്ട എല്ലാ കളിയും കളിക്കുന്നു, പോകുന്നു. എനിക്ക് മാത്രമല്ലല്ലോ, അതിൽ എനിക്ക് സുഖം കിട്ടുന്നില്ലേ? ശരി, അത് വിട്. ഞാൻ പറഞ്ഞെന്നല്ലോ. എനിക്ക് ദേഷ്യം തോന്നില്ല. നാളെ നേരിട്ട് കാണുമ്പോ ഞാൻ തന്നെ ഇന്നെ തണുപ്പിച്ചു. നീ എങ്ങനെ എന്തായാലും ഓക്കെ തണുപ്പിക്കുന്ന? അല്ലേ? അതെല്ലാം ഞാൻ തണുപ്പിച്ചോളൂ. എന്തായാലും എന്റെ ആഗ്രഹം ഞാൻ ഇപ്പൊ സാധിച്ചു. അതുപോലെ സാധിച്ചു തന്ന നല്ലത്. അല്ലേ പിന്നെ ഞാനുണ്ടാവില്ല. എന്തായാലും ഇത്രയും നല്ലൊരു പാർട്ട്ണറെ ഞാൻ വിട്ടുകളിയില്ല. എന്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്റെ അടുത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ അത് സാധിച്ചു തരും. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഉം. ഇപ്പം നിന്റെ ഭർത്താവിന് നൈറ്റ് ആണെങ്കിൽ ഉം. നിങ്ങൾ നിന്റെ ഭർത്താവ് പകലുണ്ടാവില്ല. അപ്പൊ നിനക്ക് ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ നിന്റെ ഭർത്താവ് പകലുണ്ടാകുമ്പോൾ നിങ്ങളെന്തൊക്കെ നടക്കലുണ്ട? ആ അന്നേരം നടക്കും. ഏകദേശം എന്നാലും എത്ര ഏട്ടൻ മിനിറ്റ്? പെട്ടെന്ന് എങ്ങനെ പോയാലും ഏട്ടനൊരു 20 മിനിറ്റ് 25 മിനിറ്റ് പറ്റുള്ളൂ. പക്ഷെ എന്തായാലും എനിക്കറിയാലോ, നിന്റെ കാര്യം അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തണ്ട. ഒട്ടും അങ്ങോട്ട്. നിന്റെ കാര്യം ഒന്നും ഓർമ്മപ്പെടുത്തണ്ട. എന്റെ ദൈവമേ. അപ്പൊ എനിക്ക് വല്ലാണ്ട് ദേഷ്യം വരും ഏട്ടൻ പെട്ടെന്ന് പോയി കളയുമ്പോ. അവിടെ അപ്പൊ എന്റെ നീ ഇഷ്ടം തീരെ നോക്കുന്നില്ല. അപ്പൊ നീ എന്നാ തൊഴുതു നിൽക്കണം. എന്റെ അടുക്കുമ്പോ എനിക്ക് എല്ലാം കിട്ടുന്നുണ്ടല്ലോ. എന്താണോ വിചാരിക്കുന്നത് അതേപോലെ തന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഇത്ര ഇഷ്ടം. മനസ്സിലായി. നാളെ എങ്ങനെയാ പരിപാടി? റൊമാൻസ് ആയിട്ടാ അല്ലെങ്കിൽ എപ്പോഴും അറഞ്ചം ഉള്ള പോലെ പുറഞ്ചും തന്നെ ചെയ്യണോ? അറിഞ്ചും മുറിഞ്ചും. താങ്ങുവാ നീ? അതാണ് ശരിക്കും പറഞ്ഞാൽ എത്ര നീ ഇതെല്ലാം. എന്നോട് ചെയ്യണം. ഞാൻ താങ്ങുമെന്ന്. എപ്പം നേരിട്ടുണ്ടോ തിരിച്ചുണ്ടാവില്ല. ഇതെല്ലാം ഒരു സുഖമല്ലേ. ക്ലീൻ ആക്കിയിട്ട് വന്നാൽ മതിയേ. ഉം. നാളെ കുറച്ച് വെള്ളത്തിൻ്റെ പണിയെല്ലാം എടുക്കാനുണ്ട്. അവിടെ ക്ലീൻ ആക്കിയിട്ട് വന്നാൽ മതി. ഉം. ഉം. ഞാനാക്കണം. ഉം. എങ്ങനെയാണെങ്കിലും എനിക്കിഷ്ടം. അപ്പം എങ്ങനെയാ വേണ്ടേ? ക്ലീൻ ആക്കിക്കോ.
ആക്കിക്കളയാം. ലിപ്സ്റ്റിക് ഇടണേ. നമ്മൾ എപ്പോഴും എടുക്കുന്ന റൂം എടുക്കാം കേട്ടോ. എപ്പോഴും എടുക്കുന്ന കിട്ടണമെന്നൊന്നുമില്ല. എന്തായാലും AC വേണം, ഇല്ല ഫുള്ള് വേർക്കും. ആര് വേർക്കും? ഞാനാ നീയാ? ഞാൻ കഴിഞ്ഞ ക്ഷീണം പ്രാവശ്യം ഉണ്ടാവില്ല, പക്ഷെ കഴിഞ്ഞ വേഗം വേർക്കും. കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ച പോലെ കവർ അടിച്ചടിച്ചങ്ങ് പൊട്ടിച്ച് കളയാൻ നിൽക്കരുത് കേട്ടോ. ഒരു മയത്തിലെല്ലാം പൊട്ടിക്കണം. 2 കവറല്ലേ ഇട്ട് അവൻ പൊട്ടീന്. 2 കവർ, 2 ഇട്ടതിൽ ഒരു കാര്യമില്ല എനിക്ക്. കവർ ഇടാണ്ട് കിട്ടാലോ. അങ്ങനെയാണെങ്കിൽ നീ പ്രിപ്പയർ ഒന്നും ആവണ്ട, അതിന് മുന്നേ ഞാൻ ആക്കിത്തരാം. സുഖം കവർ ഇടാണ്ട് ചെയ്യുമ്പോ. ആയിരിക്കുമല്ലോ. പ്രിപ്പയർ ആയിട്ട് വാ, ഇപ്പൊ കവർ ഇടാണ്ടല്ലോ, നമുക്ക് നോക്കാം. അതിന് ഞാൻ ഭയങ്കര വെയിറ്റിംഗ്. എങ്ങനെ? ആ ദിവസത്തിന് ഭയങ്കര വെയിറ്റിംഗിലാണ്. ഓരോന്നിങ്ങനെ മാറി മാറി ട്രൈ ചെയ്യുമ്പല്ലേ അതിനൊരു സുഖം. നമുക്കൊരു 3 ആളെ വെച്ചിട്ടങ്ങ് ചെയ്താലോ? എനിക്ക് സമ്മതമാണെങ്കിൽ ചെയ്യാം. പിന്നെ എനിക്ക് സമ്മതമാണെങ്കിൽ ചെയ്യാം. അപ്പൊ എനിക്ക് സമ്മതമാണെങ്കിൽ നീ ചെയ്യുകയും ചെയ്യും. വെറുതെ വെറുതെ ഒന്നും ആയിരിക്കില്ല, നോക്കണ. പറയാന്ന്. വേണ്ട, തൽക്കാലത്തേക്ക് വേണ്ട. കുറച്ച് എക്സ്ട്രീം ലെവലിലാക്കി തരാം. ഒരു ടോയ് വാങ്ങിച്ചാലോ എന്നാലേക്ക്. എന്തിനാണ് ഞാനുള്ളവരും വേറെ ഒരു ടോയ്? എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. എന്റെ ഭർത്താവുണ്ടല്ലോ, ചെറിയ ചെറിയ അയാളെ കൊണ്ട് നടക്കൂലേ? എന്നാലും നൈറ്റ് പോവില്ലേ, എനിക്ക് ഡെയിലി കിട്ടണം, അല്ലെങ്കിൽ എന്തോ ഒരു എന്നാ സമാധാനക്കേടാ. നീ അയാളെ വിട്ടിട്ട് എന്നെ വന്ന് കിട്ടും. അത് ശരിയാവില്ല. അങ്ങനെ പറ്റിയ ഞാൻ എപ്പോഴേ വന്നേനെ. ഇവിടെ ഇങ്ങനെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയത് വിട്, നീ എന്നെയും കൂടി മനസ്സിലാക്കണം കേട്ടാ. ഇത്രയും തടിയുള്ള നീ വന്നിട്ട്, അയ്യോ, വെള്ളം കുടിപ്പിച്ച് ഇപ്പോ ഞാനൊരു പരിവായി. ഇല്ല പറഞ്ഞ തടിയുള്ളത് ഇഷ്ടം. തടിയുള്ളതാ ഇഷ്ടം. അതുകൊണ്ടാ തടി കുറക്കാത്ത. തടിയൊന്നും കുറക്കണ്ട നീ.